ഹായ് നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്നത്തെ വിശേഷം എന്ന് പറഞ്ഞാൽ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഉണ്ട്, പിന്നെ വൈകിട്ടത്തെ ഉണ്ട്, പിന്നെ അതിൻ്റെ ഇടയ്ക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ പറയാൻ ഉദ്ദേശിച്ചാൽ എല്ലാവർക്കും ദീപാവലിയൊക്കെ അറിയാമല്ലോ. എൻ്റെ നാത്തൂനാണ്, ചേട്ടൻ്റെ പെങ്ങളാണ്. നാത്തൂൻ എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, ചേട്ടൻ്റെ പെങ്ങളാണ്. അപ്പം ദീപാവലി ഒരുപാടവർക്കൊക്കെ അറിയാം കേട്ടോ. അപ്പം എല്ലാവരും നേരത്തെ വീഡിയോസൊക്കെ കണ്ടിട്ടുള്ളവർക്കൊക്കെ അറിയാം. അപ്പോൾ പുതുതായിട്ടുള്ളവർക്ക് വേണ്ടി മാത്രമാണ് ഞാൻ ഇങ്ങനെ ഒന്ന് പരിചയപ്പെടുത്തുന്നത്. അപ്പൊ പറയാനുള്ള കാര്യം എന്താന്ന് ചോദിച്ചാൽ ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പം മിക്കവരും പ്രസവം നിർത്തി കഴിഞ്ഞാലും പ്രഗ്നന്റ് ആകുന്നുണ്ട്. അതിനെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോ പറയാനുള്ള കാര്യം. പറയാനായിട്ട് ദീപാച്ചയുടെ പേരും പറയാനുള്ള കാര്യം, അവളിപ്പോൾ ആ ഒരു സ്റ്റേജിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ദീപാച്ചയുടെ പ്രസവം നിർത്തിയതായിരുന്നു. നിർത്തി കഴിഞ്ഞേച്ച് ഇപ്പം വീണ്ടും പ്രഗ്നന്റ് ആയി. അപ്പം ഈ നോർമൽ ഡെലിവറിക്കാർക്കാണ് കൂടുതലും ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരുന്നത്. അപ്പൊ ഇങ്ങനത്തെ ഈ കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഓരോരുത്തർക്കൊന്നും അതിനെപ്പറ്റി ഒരു കാര്യങ്ങളും അറിയത്തില്ല കേട്ടോ. ഇച്ചിരി ഏജ് ആയി കഴിഞ്ഞവർക്കാണ് ഇങ്ങനെ വരുന്നെങ്കിൽ അവർ പെട്ടെന്ന് അത് അബോർട്ട് ചെയ്യാനോ അങ്ങനെയൊക്കെയാണ് ചിന്തിക്കുന്നത്. പക്ഷേങ്കിൽ നിങ്ങൾക്ക് അതിനകത്ത് വേറെയും കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് നിങ്ങൾക്ക് ആ ഒരു പ്രഗ്നന്റ് ആയി കഴിഞ്ഞാൽ ആ കുഞ്ഞിനെ ഡെലിവറി ഇതാകാനായിട്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലെന്നുണ്ടെങ്കിൽ അത് മുന്നോട്ട് പോവുക തന്നെയാണ്. നാണക്കേടോ കാര്യങ്ങളോ അങ്ങനെ ഒന്നും വിചാരിച്ച് അത് വേണ്ടാന്ന് വെക്കരുത്. ഇപ്പൊ ദീപാച്ചി ഇപ്പൊ നിർത്തി കഴിഞ്ഞിട്ട് പീരീഡ്സ് ആകാതെ വന്നപ്പോഴത്തേക്ക് ഇനി ഹോർമോണിന്റെ എന്തെങ്കിലുമൊക്കെ വ്യത്യാസമായിരിക്കും എന്നൊക്കെ ആദ്യം അവൾ വിചാരിച്ചു. പക്ഷെ പിന്നീട് അവൾക്ക് തന്നെ സംശയം തോന്നിയാണ് കാർഡ് മേടിച്ച് നോക്കി വെച്ച് നിർത്തിയതാണ്. യാതൊരു കാരണവശാലും ആകില്ലെന്നൊക്കെ ഇങ്ങനെ ഉറപ്പുണ്ട്. എന്നാലും ഒരു സംശയത്തിന്റെ പുറത്ത് കാർഡ് മേടിച്ച് നോക്കിയപ്പോഴത്തേക്ക് ഉണ്ട്. പിന്നെ ബ്ലഡ് ടെസ്റ്റ് ചെയ്തു, പിന്നെ സ്കാൻ ചെയ്തു. അപ്പോൾ അത് ഉറപ്പായി. അപ്പം പ്രഗ്നന്റ് ആണെന്ന് അറിഞ്ഞു കഴിയുമ്പോഴത്തേക്ക് ആദ്യം ടെൻഷൻ വന്നു വെച്ചാൽ ട്യൂബിലായിരിക്കുമോ എന്നൊരു പേടി ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഡേറ്റ് ഒക്കെ പ്രസവം നിർത്തിയതാണെങ്കിൽ പോലും പീരീഡ്സ് ഒക്കെ ആകാതെ വരുമ്പോഴത്തേക്ക് നിങ്ങൾ അന്നേരം ഒരു കാർഡ് മേടിച്ച് നോക്കുക. അല്ലെങ്കിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഒന്ന് ബ്ലഡ് ടെസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഒന്ന് സ്കാൻ ചെയ്യുക. കാര്യം ഇത് ട്യൂബിലൊക്കെ വന്നാൽ ഭയങ്കര പ്രശ്നങ്ങളാണ്. ആള് ഇല്ലാതായി പോകാൻ വരെ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിന് മുന്നേ അതിനുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വെയിറ്റ് ചെയ്ത്, കാര്യം പ്രസവം നിർത്തിയവരുടെ എല്ലാം ഒരു ധാരണ എന്താണെന്ന് വെച്ചാൽ ഇനി കുഴപ്പമൊന്നുമില്ല, എല്ലാം കഴിഞ്ഞു എന്നാണ്. പക്ഷെ അങ്ങനല്ല കേട്ടോ. പിന്നെ വേറൊരു കാര്യങ്ങളുണ്ട്. സിസേറിയൻകാർക്ക് ഇങ്ങനെ വരുന്നില്ല കേട്ടോ. കാര്യം അവരുടെ ട്യൂബ് കട്ട് ചെയ്താണ് കൂടുതലും. സിസേറിയൻ കഴിയുമ്പോഴത്തേക്ക് ആ കൂടെ തന്നെ ആയിരിക്കും പ്രസവം കൂടെ നിർത്തുന്നത്. അതൊരു കട്ട് ചെയ്താണ് കൂടുതലും വിടുന്നത്. പക്ഷേ ഈ നോർമൽ ഡെലിവറിക്കാരുടെ കൂടുതലും കീ ഹോളാണ് ചെയ്യുന്നത്. അപ്പം അവർക്കത് കെട്ടാണ് ഇടുന്നത്. ആ കെട്ട് ചിലർക്ക് കുഴപ്പമില്ല, ചിലർക്കത് ഊരിപ്പോകാൻ സാധ്യതയുണ്ട്. അപ്പം അങ്ങനെയുള്ളവർക്കാണ് ഇങ്ങനെ പ്രശ്നങ്ങൾ വരുന്നത്. അപ്പം അതിന് ആരും ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. യാതൊരു പ്രശ്നങ്ങളും നമ്മൾ ആദ്യം സ്കാൻ ചെയ്ത് നോക്കാം. കുഞ്ഞിന് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല, അമ്മയുടെ ഹെൽത്ത് ഓക്കെ ആണെങ്കിൽ അത് മുന്നോട്ട് പോകുന്നതായിരിക്കും നല്ലത്. പിന്നെ ഇതിൻ്റെ കാര്യങ്ങൾ അറിയാൻ പറ്റാത്ത കുറേ പേരുണ്ടെന്നറിയാം. നമ്മൾ ഇങ്ങനെ ഈ പ്രസവം നിർത്തിയവർക്ക് വീണ്ടും ഗർഭിണിയാവുകയാണെങ്കിൽ അവർക്ക് ഒരുപാട് ആനുകൂല്യങ്ങളുണ്ട് സർക്കാരിൽ നിന്ന്. അതൊന്നും ആർക്കും അറിയത്തില്ല. കാര്യം ചിലയിടത്ത് ഇപ്പം ഞങ്ങളുടെ ഇവിടുത്തെ ഹെൽത്തിലെന്ന് പറഞ്ഞാൽ ലേഖ എന്ന് പറഞ്ഞ ചേച്ചിയാണ്. ആ ചേച്ചി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്ന് നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കി തരികയും എല്ലാം ചെയ്യും. നമ്മളുടെ ഇവിടെയൊക്കെ മിക്കപ്പോഴും ഇവിടെയൊക്കെ ഇന്നലെയും വന്നിട്ടുണ്ടായിരുന്നു. ഓരോ കാര്യങ്ങൾ ഇത്ര പ്രായം കഴിഞ്ഞവരുടെ, പ്രായമുള്ളവരുടെ, അല്ലെങ്കിൽ ഈ പ്രസവം എല്ലാവരുടെയും കാര്യങ്ങൾ ചേച്ചി പറയും. ടീച്ചറൊന്ന് ചേച്ചി പറയും ഒരു പ്രാവശ്യം ഡേറ്റ് തെറ്റി നിങ്ങൾ അന്നേരം കാർഡ് മേടിച്ച് നോക്കിയേക്കണം എന്ന്. അതുപോലെ കാര്യങ്ങൾ പറയുന്നത്. പിന്നെ വെച്ചാൽ ദീപാച്ചിയുടെ കാര്യത്തിൽ ഇങ്ങനെ ആനുകൂല്യങ്ങൾ കിട്ടുമെന്നൊന്നും അറിയത്തില്ലായിരുന്നു കേട്ടോ. അവൾ എന്നാലും ഇതാന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അവൾ പറഞ്ഞ ദൈവം തന്നാലേ, അതുകൊണ്ട് കുഴപ്പമൊന്നും ഇല്ലെങ്കിൽ അത് പോട്ടെ. അപ്പോൾ ഡോക്ടർ ചോദിച്ചത് അബോർട്ട് ചെയ്യാൻ വല്ല ഇതുകൊണ്ടോന്ന് വെച്ച് പറഞ്ഞു ഇല്ല കുഴപ്പമില്ല, ഞാനത് ഓക്കെ ആണെന്ന് പറഞ്ഞു. അങ്ങനെ ദീപാച്ചർ ഇത് അവൾ ആ കുഞ്ഞിനെ വേണം തന്നെ ഇതായി. അപ്പോൾ ഇങ്ങനെയുള്ളവർക്കൊക്കെ ഇപ്പോൾ ഈ പ്രസവം നിർത്തിയവരാരും പിന്നെ സിസേറിയൻകാരാന്ന് പറഞ്ഞാൽ പോലും ചിലർക്ക് ട്യൂബേൽ ഉണ്ടാകാറുണ്ട് കേട്ടോ. അതുകൊണ്ട് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. പീരീഡ്സിൻ്റെ കാര്യം വരുമ്പോൾ ഒന്ന് ചിലപ്പോൾ നമ്മുടെ ഏജിൻ്റെ വ്യത്യാസം വെച്ച് ഇച്ചിരി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി മറിഞ്ഞൊക്കെ വരും. എന്നാലും നമുക്കൊരു ചെറിയ സംശയം തോന്നിയാൽ അന്നേരം കാർഡ് മേടിച്ച് നോക്കിയേക്കാം. പിന്നെ ഇപ്പൊ പ്രസവം നിർത്തുക എന്ന് പറഞ്ഞാൽ അതത്ര സുരക്ഷിതത്വം ഒന്നും അല്ല കേട്ടോ. എന്നാന്ന് പറഞ്ഞാലും അതിൽ മിക്കവർക്കും ഇപ്പൊ ഇങ്ങനെ പ്രശ്നങ്ങൾ വരുന്നുണ്ട്. പിന്നെ എന്താണെന്ന് വെച്ചാൽ നമുക്കിതിന് പരാതിപ്പെടാനൊന്നും പറ്റത്തില്ല കേട്ടോ. ഇപ്പം പ്രസവം നിർത്തിയേച്ച് നമുക്ക് പരാതിപ്പെടാൻ പറ്റത്തില്ല. കാര്യം അവർ നമ്മളെ കൊണ്ട് ഒപ്പ് വെപ്പിക്കുന്നുണ്ട്. ആ ഒപ്പ് വെക്കുന്നതിനകത്ത് പ്രത്യേകം പറയുന്നുണ്ട് ഇത്ര ശതമാനമേ ഉള്ളൂ ഇതിന് സാധ്യത എന്നാണ് പറയുന്നത്. അപ്പം അതുകൊണ്ടൊരു പരാതിപ്പെട്ടു പോകാനോ അങ്ങനെ ഒന്നും പറ്റത്തില്ല. പിന്നെ വെച്ചാൽ സർക്കാരിൽ നിന്നും ആനുകൂല്യങ്ങളുണ്ട്. അത് നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും. അങ്ങനെയുള്ള കാര്യം നിങ്ങളുടെ ഹെൽത്ത് എവിടെയാണെന്ന് വെച്ചാൽ അവിടെ അവരുമായിട്ട് ഹെൽത്തിലെ ആൾക്കാരുമായിട്ട് അതിനെപ്പറ്റി സംസാരിച്ചാൽ നിങ്ങൾക്കുള്ള ആനുകൂല്യങ്ങളും കാര്യങ്ങളൊക്കെ. പിന്നെ വേറൊരു കാര്യങ്ങളുണ്ട്. നിങ്ങളുടെ പ്രസവം നിർത്തുന്ന സമയത്ത് ഒരു സർട്ടിഫിക്കറ്റ് തരുന്നുണ്ട്. അത് നിങ്ങൾ കളയാതെ വെച്ചേക്കണം. അത് വെച്ചാലേ ഉള്ളൂ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നമ്മൾ മുന്നോട്ട് പോകുമ്പം ആ പേപ്പറും കാര്യങ്ങളും ഒക്കെ കൈ വേണം അതിനുള്ള ആനുകൂല്യങ്ങളൊക്കെ കിട്ടണമെങ്കിൽ. അല്ലെങ്കിൽ ആ നിർത്തി ഇനിയിപ്പോൾ ഇതിൻ്റെ ആവശ്യമില്ല, ഇതിനോട് അങ്ങനെ കേട്ടിട്ട് ഇനി പിള്ളേരും പ്രകടനയൊന്നും ഇല്ലല്ലോ എന്നും പറഞ്ഞ് പോകുന്നവർക്ക്
ഉള്ള പ്രശ്നം എന്ന് വെച്ചാൽ പിന്നീട് ഇപ്പോൾ ദിവാശ്രീ വന്നപ്പോഴത്തേക്ക് ആദ്യം ആ സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി ആയിരുന്നു ചോദിച്ചത്. അപ്പം അത് ഹെൽത്തിൽ കൊടുത്തിട്ടുള്ളതുകൊണ്ട് അവൾക്ക് അത് പ്രയോജനപ്പെട്ടു. അല്ലാതെ അവിടെ അങ്ങനെ ചെയ്തുകൊണ്ട് അപ്പം കയ്യിൽ നിങ്ങൾ കരുതി വെക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. പിന്നെ ഏജ് ഒരു പ്രശ്നമേ അല്ല. മുന്നോട്ട് പോകുന്നതോറും ചിലപ്പോൾ കുറേ ഏജ് ആയി കഴിയുമ്പോഴായിരിക്കും നമുക്ക് ഇത് ചിലപ്പോൾ കെട്ടഴിഞ്ഞ് പോകുന്നതോ അല്ല ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരുന്നതൊക്കെ. അങ്ങനെയുള്ളപ്പോഴാണ് പോലും ഈ സർട്ടിഫിക്കറ്റ് എപ്പോഴും നമ്മുടെ കയ്യിൽ തന്നെ വെച്ചേക്കാം. അപ്പം ബാക്കിയൊക്കെ നമുക്ക് വീഡിയോയിലൂടെ ദീപാശി പറയുന്നുണ്ട്, അതും കൂടെ കേൾക്കാം. അപ്പം പ്രസവം നിർത്തിയെന്നും പറഞ്ഞിട്ട് ആരും ഇനി ഞങ്ങൾക്ക് പിള്ളേരുണ്ടാകുകയില്ല എന്നുള്ള ധാരണയൊന്നും വേണ്ട. ട്യൂബ് കട്ട് ചെയ്ത് വിടുന്നതേ ഉള്ളൂ, അങ്ങനെ പ്രശ്നമില്ല എന്ന്. പിന്നെ ഇപ്പോൾ ദീപാശിയുടെ കാര്യത്തിൽ ഒരു അനുഗ്രഹം ഉണ്ടായി, ട്യൂബിലൊന്നുമല്ല യൂട്രസിൽ തന്നെ ആയതുകൊണ്ട് ഭാഗ്യം. അപ്പം അതുകൊണ്ട് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. ബാക്കി എന്നാന്ന് വെച്ചാൽ ഞാനിതിപ്പോൾ ചുമ്മാ പറയുന്നതല്ല കേട്ടോ, അവളും ഇതിനകത്ത് വന്ന് പറയുന്നുണ്ട് വീഡിയോയിൽ. അപ്പം നിങ്ങൾക്കത് വിശ്വാസമാകും. അപ്പം നിങ്ങൾ വീഡിയോയിലൂടെ കാണുക. ഇങ്ങനെയുള്ളവരൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഇനി നിർത്താൻ പോകുന്നവരും നിർത്തിയിട്ടുള്ളവരും ഏജ് കഴിഞ്ഞു ഇനി ഞങ്ങൾക്ക് കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്നവരൊക്കെയാണെങ്കിലും 30-40 ഒക്കെ കഴിയുന്ന പലർക്കും ഇതൊക്കെ പ്രശ്നങ്ങൾ വരുന്നുണ്ട്. അങ്ങനെ 30 അല്ല 35, 40, 45 ഒക്കെ കഴിഞ്ഞവർക്ക് പ്രശ്നങ്ങൾ വരുന്നുണ്ട്, ഇങ്ങനെ കുട്ടികളുണ്ടാകുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ളവരൊക്കെ അത് നിങ്ങളുടെ ഹെൽത്ത് ഓക്കെ ആണെങ്കിൽ നിങ്ങൾ. പിന്നൊരു കാര്യമുണ്ട്, ഇപ്പം പ്രഗ്നൻ്റ് ആയെന്നും പറഞ്ഞുകൊണ്ട് സർക്കാരിൽ നിന്ന് യാതൊരു ആനുകൂല്യങ്ങളും കിട്ടത്തില്ല കേട്ടോ. അത് നമ്മൾ മുന്നോട്ട് കണ്ടിന്യൂ ചെയ്യുവാണെങ്കിൽ മാത്രമേ ആനുകൂല്യങ്ങൾ കിട്ടത്തുള്ളൂ. അല്ലാതെ ഞാൻ പ്രഗ്നൻ്റ് ആയി അതുകൊണ്ട് എനിക്ക് വല്ല ആനുകൂല്യങ്ങളും കിട്ടാം പക്ഷെ കുഞ്ഞിനെ എനിക്ക് വേണ്ട എന്നുള്ള ചിന്തയാണെങ്കിൽ യാതൊരു ആനുകൂല്യങ്ങളും കിട്ടത്തില്ല. നമ്മളത് മുന്നോട്ട് കണ്ടിന്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ ആനുകൂല്യം കിട്ടത്തുള്ളൂ കേട്ടോ. അങ്ങനെയുണ്ട്. അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളും കൂടെ ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ കാണുക കേട്ടോ. ചൂട് സാമ്പാറും ദോശയൊക്കെയാണ് ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ. അപ്പം നിങ്ങൾ വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് വീഡിയോയിലൂടെ കാണാം. ഇവിടെ ദോശയ്ക്കുള്ള മാവ് അരച്ച് വെക്കുന്നത് അച്ചുവാണ് മിക്ക ദിവസം. പിന്നെ അവൾക്ക് എന്തെങ്കിലുമൊക്കെ പഠിക്കാനൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ ഞാൻ ദോശയ്ക്ക് അരി അരച്ച് വെക്കുന്നത്. അച്ചുവാണ് അരച്ച് വെക്കുന്നത്. അപ്പം അരച്ച് വെക്കുമ്പോഴത്തേക്ക് അതിൻ്റെ കൂടെ ഇച്ചിരി ചോറും കൂടെ അരയ്ക്കും കേട്ടോ. അരി ആദ്യമേ ഉഴുന്നരയ്ക്കും. ഉഴുന്നരച്ച് കഴിഞ്ഞ് പിന്നെ അരി അരയ്ക്കും, പിന്നെ ലാസ്റ്റ് ചോറും കൂടെ അരയ്ക്കും. അങ്ങനെയാണ് ഇവിടെ ദോശയ്ക്ക് അരയ്ക്കുന്നത്. നല്ലപോലെ മാവ് പുളിക്കും കേട്ടോ. രാവിലെ ആകുമ്പോഴത്തേക്ക് എല്ലാ ദിവസവും അവൾ തന്നെ അരച്ച് വെച്ചു. അപ്പോൾ ഒരു ദിവസം അരച്ച് വെച്ചാൽ 2 ദിവസത്തേക്ക് എടുക്കാൻ കാണും. അപ്പം ഞാൻ ദോശയ്ക്ക് ഇങ്ങനെയൊക്കെയാണ് മാവ് അരയ്ക്കുന്നത്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ദോശയാണ് കിട്ടുന്നത്. ഇവിടെ ദോശ ഒരിച്ചിരി മുരിഞ്ഞ് വേണം കിട്ടുന്നത്. പിന്നെ കല്ല് പോലല്ല കേട്ടോ, പുറമേ ഒരു ശകലം മുരിച്ചിൽ വേണം. പിന്നെ എൻ്റെ ദോശക്കല്ലിൻ്റെ ഒക്കെ വീഡിയോസൊക്കെ ഞാൻ ഒരുപാട് തന്നിട്ട് സാധാ ദോശക്കല്ലാണ് കേട്ടോ. ഇത് ഞാൻ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കാറുള്ളതാണ്. മുട്ട പൊരിച്ചാണ് ഞാൻ ഇത് മാറ്റുന്നത് കേട്ടോ. ഇങ്ങനെ ഇരിക്കണം ദോശ. പിന്നെ ദോശയൊക്കെ കഴിക്കാൻ കൊടുക്കട്ടെ. ചൂട് ദോശയാണ് ഉണ്ടാക്കി കൊടുക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, ആദ്യമേ പ്ലേറ്റിൽ 2 ദോശ ഇട്ടേ ഞാൻ കൊടുക്കത്തുള്ളൂ. അല്ലെങ്കിൽ അത് ഞാൻ കൊണ്ട് കൊടുത്ത് അവർ കഴിക്കുമ്പോഴത്തേക്കുണ്ടല്ലോ അടുത്ത ദോശ സെറ്റായില്ലെങ്കിൽ ദോശ ദോശ എന്നിങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും. അപ്പം അതിന് 2 എണ്ണം കൊടുക്കണമെങ്കിൽ പിന്നെ അത് 2 എണ്ണം കഴിക്കുമ്പോഴത്തേക്ക് നമുക്ക് അടുത്തത് ഉണ്ടാക്കിയുള്ളൂ. ഞാൻ തീ ഒരുപാട് കൂട്ടിയിട്ട് ദോശ ഉണ്ടാക്കത്തില്ല കേട്ടോ. ദോശ എന്നിട്ട് ഒരുമാതിരി കരിഞ്ഞു പോകത്തേ ഉള്ളൂ, മൊരിഞ്ഞ് കിട്ടത്തില്ല. അപ്പം അതുകൊണ്ട് ഒരു ആവശ്യത്തിനുള്ള തീയിട്ട് ഒത്തിരി തീയിടാതെ അങ്ങനെയാണ് ഞാൻ വേവിച്ചെടുക്കുന്നത്. പിന്നെ ഇടയ്ക്കൊന്ന് തീ കൂട്ടി കൊടുക്കും, കുറച്ച് കൊടുക്കും, അങ്ങനെയൊക്കെയാണ്. എന്നാൽ നമുക്ക് കറക്റ്റ് ഇതിൽ ദോശ ചുട്ടെടുക്കാൻ പറ്റും. നമ്മൾ ഒത്തിരി തീ കൂട്ടിയിടുമ്പോഴാണ് ദോശ ഒരുമാതിരി കരിഞ്ഞ് കല്ലേലും പിടിച്ച് കല്ലേന്ന് ഇളകിയും വരാതെ. നമ്മൾ ആ ദോശ ഉണ്ടാക്കുമ്പോൾ ആവശ്യത്തിനുള്ള തീയിട്ട് ചെയ്യാൻ കേട്ടല്ലോ, നല്ല അടിപൊളി ദോശ കിട്ടും. അപ്പം നമ്മുടെ രണ്ടാമത്തെ ദോശയും സെറ്റായി. ഇനി ഇതിലേക്ക് സാമ്പാറും കൂടെ ഒഴിച്ച് കഴിഞ്ഞാൽ കഴിക്കാൻ കൊടുക്കാം. ഞാൻ ചെറിയ കഷ്ണങ്ങളാക്കി, ചെറിയ കഷ്ണം വെച്ചാൽ നമ്മൾ ഒരു മീഡിയം വലുപ്പം അങ്ങനെയാണ്. അല്ല ചിലരുണ്ട് ഭയങ്കര മുട്ടൻ കഷ്ണമാക്കി സാമ്പാറിന് ചേർക്കും, പക്ഷേ അങ്ങനെയല്ല കേട്ടോ, ഇങ്ങനെയാണ്. അപ്പോൾ ഇനി ചൂട് ദോശയും സാമ്പാറും കഴിക്കാൻ കൊടുക്കട്ടെ. ദോശയെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞു കേട്ടോ. ഉണ്ടാക്കി കഴിയുമ്പോഴത്തേക്ക് ഇവിടെ ദോശയ്ക്ക് മാവൊക്കെ അരച്ചച്ചു വെക്കുമെന്ന് പറഞ്ഞവരുണ്ടല്ലോ, ദോശ കഴിക്കത്തില്ല. അവർക്ക് ദോശ ഇഷ്ടമല്ല. ദോശ അപ്പം അങ്ങനെയുള്ളതൊന്നും കഴിക്കുകയില്ല. അപ്പം രാവിലെ കിടന്ന് ഞാൻ ചപ്പാത്തി ഉണ്ടാക്കണ്ടല്ലോ എന്നും പറഞ്ഞുകൊണ്ട് പുള്ളിക്കാരി തന്നെ കണ്ടുപിടിച്ചാണ് ഈ അടപ്രയോഗം.
ഒരു അട കനം കുറച്ച് ഒരട ഉണ്ടാക്കിയാൽ മതി അവൾക്ക് കഴിക്കാനായിട്ട്. അപ്പം ഇതിൻ്റെ കൂടെ മീനച്ചാറുള്ളതുകൊണ്ട് ഭയങ്കര ഇഷ്ടമാണ്. അല്ലെങ്കിൽ മീൻ വറുത്തതോ, അടയുടെ കൂടെ മീൻ വറുത്തതോ മീനച്ചാറോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലേ ഉള്ളൂ കേട്ടോ താല്പര്യം. അല്ലാതെ വേറെ ഒന്നും പഞ്ചസാര കൂട്ടി കഴിക്കുന്നതൊന്നും ഇഷ്ടമല്ല. അപ്പം നമ്മുടെ കല്ലേപ്പരുത്തി, അത് ഞങ്ങളുടെയൊക്കെ അങ്ങോട്ട് അടാന്ന് പറയുന്നത് കേട്ടോ. ഓരോ സ്ഥലത്ത് ഓരോ പേരാ, കല്ലേപ്പരുത്തി, തൊട്ടുപരുത്തി അങ്ങനെയൊക്കെ പറയും. ഇത് പക്ഷെ തേങ്ങയോ ഒന്നും ഇടാതെ ചുമ്മാ ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ മതി കേട്ടോ, ഉപ്പ് മാത്രം ചേർത്ത്. കനം കുറച്ചിരിക്കണമെന്നേ ഉള്ളൂ, വലിയ കട്ടിയിൽ ഇഷ്ടമല്ല. അങ്ങനെ അച്ചുവിനുള്ള അടയുണ്ടാക്കി. പിന്നെ എൻ്റെ രാവിലത്തെ അടുക്കളയിലെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞു കേട്ടോ. നമ്മുടെ അജിത ചേച്ചി പറയുന്ന പോലെ തന്നെ സാമ്പാറാണെങ്കിൽ പിന്നെ ഉച്ചക്കത്തേക്കും കൂടെ അത് മതി കറി, നമുക്ക് പകുതി സമാധാനമായി. പിന്നെ ഇനി ഒരു തോരനോ മെഴുക്കുവരട്ടിയോ ഉണ്ടാക്കിയാൽ മതി. മീൻ ഇരിപ്പുണ്ട്. പിന്നെ അച്ചുവും കൂടെ സ്കൂളിൽ പോകാനൊക്കെ തുടങ്ങുകയാണ്. നല്ല മുരിഞ്ഞ ചൂട് ദോശയും കൂടെ ഞാൻ കഴിക്കട്ടെ. ഞാൻ ദീപാച്ചി എടുത്തു വന്നാണേ. ദീപാച്ചി എടുത്ത് വന്നതിൻ്റെ കാരണമൊക്കെ ഞാൻ ആദ്യം പറഞ്ഞല്ലോ. അപ്പം നമുക്ക് ദീപാച്ചിയുടെ കഴിക്കാം. ദീപാച്ചി പ്രസവം നിർത്തിയതല്ലായിരുന്നോ? മാർച്ചില്. ഇപ്പൊ എത്ര മാസമായി? 6 മാസമായി പ്രസവം നിർത്തിയിട്ട്. 6 മാസമായി പ്രസവം നിർത്തിയിട്ട്. അപ്പം ഡേറ്റ് ആകാതെ വന്നപ്പോഴത്തേക്ക് ഡേറ്റ് ആവും എന്നുള്ള ഇതിൽ തന്നെ നിന്ന് ഇല്ലേ. നിന്ന് 1 മാസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് പറഞ്ഞ കുഴപ്പമില്ല, ഇവക്കൊന്നും പറയാൻ പറ്റത്തില്ല എന്നോട് പറഞ്ഞിട്ടോ. എല്ലാം ഞാൻ അവക്ക് നാണോ അത് പറയാനായിട്ട്. വണ്ടിയുടെ എല്ലാ സൗണ്ടാ, വല്ലതും കേൾക്കാൻ പറ്റുമോ? നമ്മുടെ മറ്റേ കാർഡ് മേടിച്ച് നോക്കി പോസിറ്റീവ്. പിന്നെ പോയി ലാബിൽ പോയി ബ്ലഡ് ഒക്കെ നോക്കി. പിന്നെ ഡോക്ടറിന്റെ അടുത്ത് ചെറുപ്പോൾ ഡോക്ടർ ട്യൂബിലാണോ എന്ന് നോക്കാൻ വേണ്ടിട്ട് സ്കാൻ ചെയ്തിട്ട് ട്യൂബിലൊന്നും അല്ല, ഉള്ളിൽ തന്നെയാണ്. കുഴപ്പമൊന്നുമില്ല. അപ്പം ഇഞ്ചക്ഷൻ എടുക്കുന്നുണ്ടല്ലേ? ബ്ലീഡിങ് ഉണ്ട് ഉള്ളില്. അപ്പം ഇപ്പൊ അത് കുറയുന്നുണ്ട്. അപ്പൊ ദീപാച്ചി ഇപ്പൊ ഇത് പ്രഗ്നന്റ് ആയപ്പോഴത്തേക്ക് ഇത് വേണ്ട, ഇത് വേണോന്ന് തന്നെ തീരുമാനിച്ചു അല്ലേ. അപ്പം ഇങ്ങനെയുള്ളവർക്ക്, പ്രസവം നിർത്തിയവർക്ക് മിക്കവർക്കും പ്രഗ്നന്റ് ആകുന്നുണ്ട് ഇല്ലേ. ദീപാച്ചിയുടെ അത് തന്നെയായിരുന്നു കാര്യം കേട്ടോ. പക്ഷെ പ്രഗ്നന്റ് ആവുന്നുള്ള ഇതില്ലായിരുന്നു, ഡേറ്റ് ആകാൻ താമസിക്കുന്നതെന്ന് ഓർത്തോണ്ടൊക്കെ ആയിരുന്നു ഇരുന്നത്. പക്ഷെ ഡോക്ടർ പറഞ്ഞു വേണമെങ്കിൽ ഇത് അബോർട്ട് ചെയ്യാന്ന് പറഞ്ഞു. പക്ഷെ നീ വേണ്ടാന്ന് പറഞ്ഞു, കുഞ്ഞിനെ വേണമെന്ന് തന്നെ പറഞ്ഞു. അപ്പം ദീപാച്ചി പറയുന്നത് എന്നാന്ന് ചോദിച്ചാൽ ഇത് നിർത്തിയിട്ടും വന്നതല്ല, അപ്പം ദൈവം വിധിച്ചത് തന്നെയാണ്, അതുകൊണ്ടാണ് അവളത് വേണമെന്ന് പറയുന്നത്. അപ്പം ഇതുപോലെ മിക്കവർക്കും വരുന്നുണ്ട്. അപ്പം ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ. പിന്നെ ഇങ്ങനെ പ്രസവം ഗർഭിണി ആയി കഴിഞ്ഞേച്ച് പ്രസവം നിർത്തിയിട്ട് പ്രഗ്നൻ്റ് ആയാൽ യൂട്രസിലാണ് ബേബി ഉള്ളെങ്കിൽ അതിന് ആനുകൂല്യങ്ങളൊക്കെ ഇല്ലേ? ഉണ്ടെന്ന് എന്നോട് ലേയ ചേച്ചിയും പറഞ്ഞു അതിനുള്ള ആനുകൂല്യം. ഇത് മിക്കവർക്കും അറിയത്തില്ല. എല്ലാവരും എന്നാ ചെയ്യും, അത് പെട്ടെന്ന് കൊണ്ട് അബോർട്ട് ചെയ്യാനായിട്ടാണ് നോക്കുന്നത്. അപ്പം അങ്ങനെ ചെയ്യാതെ. പക്ഷെ ദീപാച്ചി ഇത് ആനുകൂല്യം ഉണ്ടെന്നൊന്നും അറിഞ്ഞോണ്ടല്ല കേട്ടോ ഇത് വേണമെന്ന് വിചാരിച്ചത്. ഇത് എല്ലാം ഓക്കെ ആണെന്നെല്ലാം അറിഞ്ഞ് കുറേ ദിവസങ്ങൾ കഴിഞ്ഞാണ് ആശാവർക്കർ കഴിഞ്ഞ ദിവസം ലേയ ചേച്ചി വന്നപ്പോഴാണ് അറിയുന്നത് ഇവള് പ്രഗ്നൻ്റ് ആണെന്ന് പോലും. അന്നേരമാണ് ചേച്ചി പറഞ്ഞത് ഇങ്ങനെ ആനുകൂല്യങ്ങളൊക്കെ ഉണ്ടെന്ന്. അപ്പം ആനുകൂല്യം ഉണ്ടെന്നൊന്നും അറിഞ്ഞോണ്ടല്ലായിരുന്നു, അല്ലാതെ തന്നെ ആ കുഞ്ഞിനെ വേണമെന്ന് തന്നെ ഓർത്തുണ്ടായിരുന്നു. അപ്പം ഞാൻ ചുമ്മാ പറയുന്നതല്ലെന്ന് മനസ്സിലായല്ലോ. ദീപാച്ചി ഇരുത്തിക്കൊണ്ട് തന്നെയാണ് ഇത്രയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞത്. അല്ല അപ്പം നമുക്കിനി ബാക്കിയൊക്കെ വീഡിയോയിലൂടെ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അതെ, പ്രസവം നിർത്തിയെന്ന് പറഞ്ഞാൽ ആരും സന്തോഷിക്കണ്ട. ഈ കീഹോൾ ചെയ്തവർക്ക് മാത്രമേ ഉള്ളൂ കേട്ടോ പ്രശ്നം, അല്ലാത്തവർക്ക് കുഴപ്പമില്ലെന്ന് പറയുന്നുണ്ട്. അപ്പം അങ്ങനെ ചെയ്തവരൊക്കെ ശ്രദ്ധിക്കുക, എല്ലാവരും ഇതിന് ഇതായിട്ട് ശ്രദ്ധയോടുകൂടി ഇരിക്കുക, ജാഗ്രത പാലിക്കുക. അപ്പൊ ഞാൻ ഇനി പോവാ. നീ ഇനിയിപ്പോ ഇവിടെ റോഡിൽ കടയിൽ പോക്കണം. അപ്പൊ അതെല്ലാം പോയിട്ട് കോക്കിച്ചുണ്ടോ തന്നെയോ? ആണോ? അപ്പൊ ഞാൻ എന്നാ ഇനി ഇവിടെ അടുത്ത് വന്നിച്ച് പോയി പിള്ളേരെയൊക്കെ വിടാനുള്ള തിരക്കിലൊക്കെയാണ്. അപ്പൊ അതെല്ലാം കഴിഞ്ഞേച്ച് ഇനി നമുക്ക് പിന്നെ കാണാം. ഞാൻ ഇത് കുറെ ദിവസം കൊണ്ട് വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചിരുന്നായിരുന്നു കേട്ടോ. അപ്പൊ ഇതെല്ലാം ഒന്ന് ഓക്കെ ആയിട്ട് എവിടും പറയും വയറിന്റെ ചെയ്യുന്നു അല്ല, ഇത് ഞങ്ങള് വീഡിയോ ഇടായിരുന്നു, ശുശ്രൂഷയൊക്കെ ചെയ്ത് വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചത് എന്നാന്ന് ചോദിച്ചാല് ഇല്ല, ഒരാഴ്ച സ്കാൻ ചെയ്തതിന് ശേഷം പറഞ്ഞാൽ മതി എന്ന് ഡോക്ടർ പറഞ്ഞായിരുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ ഇത്രയും ദിവസം വെയിറ്റ് ചെയ്തത്. അപ്പൊ ഇനിയിപ്പം അങ്ങനെ ദീപാച്ചി അത്ഭുതകരമായി ഒരു ലക്കി ബേബിയെ അതറിയാം, ചക്കിയും നന്ദനെ അറിയാം. ഞാനത് നീ ഡയറക്റ്റ് ആയിരിക്കും.
നന്ദന്റെ ചക്കീനെ അറിയാം. നന്ദൻ പിന്നെ ഇല്ല വീഡിയോയിലൂടെ എല്ലാവർക്കും എല്ലാവർക്കും ദീപാച്ചിനെ എല്ലാവർക്കും അറിയാം. പുതിയതായിട്ട് വരുന്നവർക്കൊക്കെ ഉള്ള അറിയാൻ പറ്റാതായിട്ടുള്ളത്. അപ്പം ഇങ്ങനെ നിർത്തുന്നവരാരും സന്തോഷിക്കേണ്ട. അത് കീ ഹോള് ചെയ്യുന്നുണ്ട് കേട്ടോ. അല്ലാത്തവർക്ക് യാതൊരു ടെൻഷനും വേണ്ട. എന്നാലും പേടിക്കണം, ട്യൂബയിലൊക്കെ ഉണ്ടാവുന്നുണ്ട് അങ്ങനെയൊക്കെയുള്ള പ്രശ്നം. അതെ, ഡേറ്റ് ആകാതിരുന്നാൽ അന്നേരം സ്കാൻ ചെയ്യാൻ നോക്കുക. ഏജ് ഒന്നും ആരും മൈൻഡ് ചെയ്യണ്ട അല്ലേ? ഏജ് ഒന്നും ഇല്ല അങ്ങനെ. ഇനി പിന്നെ ഇത് പ്രൈവറ്റിലല്ല കേട്ടോ നിർത്തിയത്, ഗവൺമെന്റിലാണ് നിർത്തിയത്. ഗവൺമെന്റ് ഹോസ്പിറ്റലാണ് നിർത്തിയത് കേട്ടോ. പിന്നെ പ്രൈവറ്റ് നിർത്തുന്നവരാണേലും അവർക്കാണേലും ആനുകൂല്യങ്ങളൊക്കെ സാധാരണ കിട്ടാറുണ്ട്. ഇതുവരെയും പ്രൈവറ്റിൽ അങ്ങനെ ചെയ്തിട്ട് ആർക്കും പ്രശ്നമുള്ളതായിട്ട് കേട്ടിട്ടില്ല അല്ലേ? ഗവൺമെന്റിന്റെയാണ് കൂടുതലും ഇതായിട്ടുള്ളത്. ഗവൺമെന്റിനെ കുറ്റം പറയല്ല, അതൊക്കെ ഓരോ വിധിയാണ്. കുഞ്ഞുണ്ടാകാൻ വിധിച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടായിരിക്കും. ശരി, എന്നാലും ഒരുത്തിന് അംഗൻവാടി പോകുന്നതിന് മുമ്പ് ഫുഡ് കഴിക്കാനായിട്ട് ഇരുന്നേക്ക്. നിന്നെങ്ങാനും കഴിച്ച് തീരുവോ ചേട്ടാ? ആ ഉണ്ടാ എല്ലാ അവസ്ഥയിലൊക്കെ ഉള്ള ഇരിപ്പം നോക്കി. ആണോ? ഇതാണ് ഞങ്ങളുടെ ഹെൽത്തിലെ ലേഖ ചേച്ചി. നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ഇപ്പൊ ഞങ്ങളോട് പറഞ്ഞതേ ഉള്ളൂ. ദീപാച്ചിയുടെ കാര്യം പറഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങളുടെ ഹെൽത്തിലെ ചേച്ചി എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, ഞങ്ങളുടെ എല്ലാ വീടുകളിലും കയറി എല്ലാവരുടെയും കാര്യങ്ങൾ കേട്ടോ. വയ്യാത്തവരുണ്ടെങ്കിൽ വയ്യാത്തവർ സത്യം സീരിയസ് ആയിട്ട് പറഞ്ഞേട്ടോ, അല്ല എല്ലാ കാര്യങ്ങളും ചേച്ചി നോക്കും. എന്ത് ഇവിടെ തേക്കുവോ? ചന്തു ചന്തു ഉണ്ടാ കണ്ടോ, നോക്കാതെ നിൽക്കുന്നുണ്ടോ അവര്? അതെ, പിന്നെ നിന്നെ വൈറലാക്കുന്നതിനാണോ കുഴപ്പം? തീർച്ചയായിട്ടും വരും. ഇത് ഒന്നും കട്ട് ചെയ്യുന്നില്ല. ചന്തു ഒരു യൂട്യൂബർ ആണ് കേട്ടോ. ചന്തു നിന്റെ നിന്റെ ചാനലുണ്ട്. പിന്നെ നീ ഇടുന്ന വീഡിയോസ് പിന്നെ ആരുടെയാ? കടയുടെ. അത് പിന്നെ നിന്റെ കടയല്ലേ? അപ്പൊ അതിന്റെ ഉടമസ്ഥ നീയല്ലേ? ആണോ? ദീപാച്ചിയുടെ കടയാണേ. ദീപാച്ചി കടയുടെ പേര് നിന്റെ മുതലാളി. അപ്പം മുതലാളി ചാനലിന്റെ പേരും കൂടെ ഒന്ന് പറഞ്ഞു. കണ്ട 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 അതേന്നാവും പറഞ്ഞു. എല്ലാരും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. നല്ല അടിപൊളി ഹെയർ സ്റ്റൈലൊക്കെ കട്ടിങ്ങിന്റെ ഒക്കെ ഉണ്ട്. എല്ലാം ഈ സുന്ദരക്കുട്ടനാണ്. പൊങ്ങി അത് വേണമായിരുന്നു. ചുമ്മാ ഇരിക്കട്ടെ, എന്താ പൊക്കി നോക്കിയതാ. അതെ, പെണ്ണ ഞാൻ പോവാ കേട്ടോ. പിന്നെ കാണാം. 4 മണിക്കത്തേക്ക് ഇച്ചിരി കപ്പ പുഴുങ്ങാൻ വേണ്ടി വന്നതാണേ. ഇത് കണ്ടോ, നല്ല മഴയാണ്. അന്നേരത്തേക്ക് കപ്പ തൊട്ടപ്പുറത്തെ വീട്ടിലെ ചേച്ചി തന്നാണ്. വലിയ കപ്പയായിരുന്നു കേട്ടോ. മുഴുവനും എലി തിന്നു. അവിടെ നിൽക്കുന്ന എല്ലാം മൂടും. വലിയ കപ്പയായിരുന്നു. അതിൽ നിന്ന് ഒരെണ്ണം എടുത്ത് ഞാൻ വെച്ച്, അത് പൊട്ടിപ്പോയി എടുത്തപ്പോഴത്തേക്ക്. വലിയ കിഴങ്ങായിരുന്നു. ഇത് കണ്ടോ, ഈ തൊട്ടപ്പുറത്തെ വീട്ടിലെയാണ്. അവിടെ ഇനിയും കപ്പ നിപ്പുണ്ട്, പക്ഷേങ്കിൽ എല്ലാം എലി തിന്നെ. പന്നിയെലിയുടെ ഭയങ്കര ശല്യം. അപ്പോൾ ഇതിൽ നിന്ന് കൊള്ളാവുന്ന കിഴങ്ങെല്ലാം ഞാൻ വെട്ടിയെടുക്കാമെന്ന് ഓർത്തപ്പോൾ മഴ പെയ്തപ്പോൾ അങ്ങോട്ട് വെച്ച് തരുന്നുണ്ട്. ആ കിഴങ്ങൊക്കെ എലി തിന്ന് അതെല്ലാം വെട്ടി കളഞ്ഞേക്കാം. നല്ല വലിയ കിഴങ്ങായിരുന്നു കേട്ടോ. എലി തിന്ന എല്ലാം വെട്ടി കളഞ്ഞ് വെച്ച് കൊള്ളാവുന്ന കിഴങ്ങ് നോക്കിയെടുക്കാമെന്ന് വിചാരിച്ചു. ഭാഗത്ത് കഴിഞ്ഞാലോ തോന്നായിരുന്നു. ഞാൻ കപ്പ ചെണ്ടമുറിയും പുഴുങ്ങുമ്പോഴും ഉണ്ടല്ലോ ഇങ്ങനെ തന്നെയാണ് എടുക്കുന്നത്. ഇങ്ങനെ നീളത്തിൽ തന്നെ തൊലി പൊളിച്ച് നല്ലപോലെ കഴുകിയതിന് ശേഷമേ ചെണ്ടമുറിയനായിട്ട് എടുക്കത്തുള്ളൂ. ഇല്ലെങ്കിൽ ഉണ്ടല്ലോ കപ്പയുടെ പുറത്തെ ചെളിയൊക്കെ ശരിക്കും പോകത്തില്ല. ഇതാകുമ്പോൾ നമുക്ക് നല്ലപോലെ പിടിച്ച് ഉരച്ച് കഴുകാൻ പറ്റും. സാലിയാൻ്റെ ഇടയ്ക്കോട്ട് നക്കപ്പ ഇന്ന് പച്ച മൊത്തം എലി കൊണ്ടുപോവുക.
പണ്ടൊക്കെ നമുക്ക് കാലാവസ്ഥയൊക്കെ ഏകദേശമൊക്കെ ഒന്ന് പറയാൻ പറ്റുമായിരുന്നു കേട്ടോ. ഇപ്പം എങ്ങനെയാണെന്ന് ചോദിച്ചാൽ തുലാമാസം തീരാറായി. ഇന്നലെയൊക്കെ മഴ പെയ്തേ ഇല്ല കേട്ടോ. ഇന്നലെ മിനിഞ്ഞാന്നൊന്നും മഴ പെയ്തില്ല. ഭയങ്കര മൂടാപ്പായിരുന്നു. അപ്പോൾ ഓർത്ത് വൃശ്ചിക മൂടാപ്പെന്നൊക്കെ പറയൂലേ, വൃശ്ചിക മാസത്തിലൊരു മൂടിക്കിടക്കുന്ന ഒരു കാലാവസ്ഥ, അതായിരിക്കും എന്നായിരുന്നു വിചാരിച്ചത്. പക്ഷേ മഴ പെയ്യാനായിരുന്നു. നല്ല മഴയാണ് കേട്ടോ. കണ്ടോ, നല്ല മഴ പെയ്യുന്നുണ്ട്. അപ്പം ചൂട് കപ്പയും കട്ടൻ കാപ്പിയും പിന്നെ മുളകുടച്ചതും കൂടെയാണ്. അപ്പം മുളകുടക്കാനായിട്ടുള്ള ഉള്ളിയൊക്കെ എല്ലാം റെഡിയാക്കി എടുക്കട്ടെ. മഴ നല്ലപോലെ തകർത്ത് പെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പം ഞാൻ കുറച്ച് ഉള്ളിയും പച്ചമുളകും എല്ലാം കൂടി എടുത്ത് ഇനി നല്ലപോലെ ഒന്ന് ചതച്ചുകൊണ്ടിരട്ടെ. മുളക് ചതച്ചെടുത്ത് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ടു. ശകലം വെള്ളം ഉപ്പൊന്ന് ചാലിക്കാനായിട്ട്, എന്നിട്ട് പച്ച വെളിച്ചെണ്ണയും കൂടെ. പക്ഷേ ഇതിനകത്തുണ്ടല്ലോ കാന്താരി ആയിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു. നമുക്ക് കാന്താരിയൊക്കെ ആയി വരുന്നതേ ഉള്ളൂ. ഇനി നല്ലപോലെ ഒന്ന് ഇളക്കിയിടും. ഇതിനകത്തോട്ട് വേണമെങ്കിൽ ശകലം തൈരും കൂടെ ഒഴിക്കാം. ഞാൻ ഇപ്പം തൈര് ഒഴിക്കുന്നില്ല, വേണമെങ്കിലും ഒഴിക്കുന്നുള്ളൂ. ഇത് മിക്കവാറും ഞാൻ മാത്രമേ മുളക് കൂട്ടുള്ളൂ. അവരെല്ലാവരും മീനച്ചാറായിരിക്കും മിക്കവാറും കൂട്ടുന്നത്. നമ്മുടെ കപ്പയൊക്കെ റെഡിയായി. മുളക് ചാലിച്ചതും പിന്നെ കട്ടൻ കാപ്പിയും മീനച്ചാർ എടുക്കാനായിട്ട് അച്ചു പാത്രം എടുക്കാനായിട്ട് പോയിട്ടുണ്ട്. അപ്പം ഇതൊക്കെയായിരുന്നു നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളെന്നൊക്കെ പറയുന്നത്. വീഡിയോ ഒക്കെ അവസാനിപ്പിക്കാൻ സമയമായിട്ടുണ്ട്. അടുത്ത വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ഇനി അടുത്ത വീഡിയോയിലൂടെ കാണാമേ. ടി വി ഒക്കെ അല്ലേ ചൂടുണ്ട്. നല്ല അടിപൊളി മുളക്, ഒത്തിരി എരിവില്ല, എന്നാൽ നല്ല ടേസ്റ്റുമാണ് കേട്ടോ. മീനച്ചാറിനകത്തോട്ട് കപ്പ വാരി ഇട്ടേക്കുന്ന കേട്ടോ. വേറെ പാത്രമൊന്നും കിട്ടിയില്ലായിരുന്നു മോളെ.